السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أذن للذين يقاتلون بأنهم ظلموا وإن الله على نصرهم لقدير. الذين أخرجوا من ديارهم بغير حق إلا أن يقولوا ربنا الله. صدق الله مولانا العظيم. لن يدخل النار رجل شهد بدرا. صدق رسول الله. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആൻ അവതരണത്തിൻ്റെ മഹത്വം ഉൾക്കൊള്ളുന്ന റമളാൻ, ലൈലത്തുൽ ഖദ്ർ കൊണ്ട് അനുഗ്രഹീതമായ റമളാൻ, പുണ്യങ്ങൾ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന റമളാൻ, മറ്റൊരു ഐതിഹാസികമായ സമരപോരാട്ടത്തിൻ്റെ ചരിത്രം കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒരുപാട് മഹത്വങ്ങൾ റമളാനിനുള്ള കൂട്ടത്തിൽ ഒരു മഹത്വം അതാണ് റമളാൻ 17 ബദർ ദിനം. ബദർ യുദ്ധ ചരിത്രം സത്യവിശ്വാസികൾക്ക് എല്ലാ കാലത്തും ആവേശവും ഉത്തേജനവും നൽകുന്നതാണ്. പ്രത്യേകിച്ച് വർത്തമാനകാല സാഹചര്യത്തിൽ ഇന്ത്യൻ മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം മഹിതമായ ബദറിൻ്റെ ചരിത്രം നമുക്ക് ആവേശവും ആത്മവിശ്വാസവും സമ്മാനിക്കുന്ന ഒന്നാണ്. മുഅ്മിനീങ്ങളായ ആളുകളിലെ ഈമാനിന് വളർച്ചയുണ്ടാക്കുന്ന, വർധനവുണ്ടാക്കുന്ന ചരിത്ര സത്യമാണ് ബദർ ചരിത്രം. യാഥാർത്ഥ്യം ഇതൊക്കെയായിരിക്കെ തന്നെ ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെയും ശത്രുക്കൾ എല്ലാ കാലത്തും ബദർ യുദ്ധമടക്കമുള്ള മഹത്തായ ചരിത്രങ്ങളെ ഭീകരതയായും അക്രമമായും ചിത്രീകരിച്ചിട്ടുണ്ട്. അന്നും ഇന്നും നാളെയും അത് നമ്മൾ പ്രതീക്ഷിക്കണം. ആധുനിക യുഗത്തിൽ നമുക്കറിയാം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിരന്തരം പരിശുദ്ധ ഇസ്ലാമിൻ്റെ മനോഹരമായ സുന്ദരമായ മുഖത്ത് കരിവാരിത്തേച്ച് വികൃതമാക്കാൻ അഹ്സാബ് സഖ്യകക്ഷികൾ കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ സഖ്യകക്ഷികൾ? ഏതെങ്കിലും ജൂതന്മാർ മാത്രമൊന്നുമല്ല. സകല അലവലാദികളും ഐക്യത്തോടെ ഒത്തൊരുമിച്ച് നിന്ന് ഇസ്ലാമിനെ അവഹേളിക്കാനും ചരിത്രത്തെ വികലമാക്കാനും നിരന്തരം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. മറ്റു മതവിശ്വാസികളാണെങ്കിൽ സഹിക്കാം, മതവിശ്വാസികൾ കൂട്ടുപിടിക്കുന്നത്
നിരീശ്വരവാദികളെ, ഫ്രീ തിങ്കേഴ്സിനെ, യുക്തിവാദികളെ നമ്മുടെ മലയാളക്കരയിലെ ഏതാനും മതവിശ്വാസികളായി അവകാശപ്പെടുന്ന ആളുകൾ കൂട്ടുപിടിച്ച് ഐക്യസംഘമായി ഇസ്ലാമിന് നേരെ കൊഞ്ഞണം കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ബദറിനെ അനുസ്മരിക്കുന്ന നാം ചിന്തിക്കണം. മുസ്ലിം ഉമ്മത്തിന് നമ്മുടെ ശത്രുക്കൾ ഇട്ട് വിളിക്കുന്നൊരു പേരുണ്ട്. മുസ്ലിം സമുദായത്തെ അധിക്ഷേപിക്കാൻ വേണ്ടി വിളിക്കുന്ന ഒരു വിളിപ്പേരുണ്ട്. ചെറുപ്പക്കാർക്കൊക്കെ അറിയാം. സോഷ്യൽ മീഡിയ ഒന്നും ബന്ധപ്പെടാത്ത ഇക്കമാര് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവുമെന്നറിയില്ല. മുസ്ലിം ഉമ്മത്തിനെ മൊത്തം ശത്രുക്കളിൽ നിന്ന് വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താണെന്നറിയോ? ജിഹാദികൾ എന്ന് വെച്ചാൽ യുദ്ധക്കൊതിയന്മാർ, രക്തക്കൊതിയന്മാരായ, രക്തദാഹികളായ അക്രമികൾ എന്ന അർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്തിനെ ശത്രുക്കൾ വിളിക്കുന്ന പേരാണ് ജിഹാദികൾ. അത് ഇച്ചിരി തീവ്രമായി സംസാരിക്കുന്ന, പ്രതിരോധം ആവശ്യമാണെന്ന് ഉറക്കെ പറയുന്ന ആളുകളെ കുറിച്ച് മാത്രമല്ല. 5 നേരം നിസ്കരിച്ച് റമദാനിൽ നോമ്പും പിടിച്ച് ഒതുങ്ങിക്കഴിയുന്ന സമാധാനപ്രിയരായ നമ്മുടെ സമുദായത്തിലെ ഇക്കമാർ താടിയും തൊപ്പിയും വെച്ച് ആർക്കും ഒരു ഉപദ്രവവും ഏൽപ്പിക്കാതെ ശാന്തരായി കഴിയുന്ന ആളുകളെയും അവർ വിളിക്കുന്നു ജിഹാദികൾ എന്ന്. നമ്മുടെ വീടുകളിൽ ഒതുങ്ങിക്കഴിയുന്ന നമ്മുടെ കുടുംബിനികളായ സഹോദരിമാരെയും അവർ വിളിക്കുന്നു ജിഹാദി കൂട്ടമെന്ന്. മദ്രസകളിൽ ഓത്തുപഠിക്കാൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങൾ നുകർന്നെടുക്കാൻ അള്ളാഹുവിന്റെ വചനങ്ങളും പുണ്യറസൂലിന്റെ തിരുമൊഴികളും പഠിക്കാൻ വരുന്ന തൊപ്പിയിട്ട കൊച്ചുമക്കളെ അവർ വിളിക്കുന്നു ജിഹാദി കുട്ടികൾ എന്ന്. ഇത് കേട്ടിട്ട് ഞാനും നിങ്ങളും ചൂളിപ്പോകേണ്ടതില്ല. ഈ ആക്ഷേപം കേട്ട് നമ്മളാരും നാണം കെടേണ്ടതില്ല. ശത്രുക്കളോട് നമുക്കൊന്നേ പറയാനുള്ളൂ: ഞങ്ങൾ ജിഹാദികൾ തന്നെയാണ്, ഞങ്ങൾ ജിഹാദികളാകുന്നു. ആത്മാഭിമാനത്തോടെ, ആവേശത്തോടെ, ആത്മാർത്ഥമായി 1000 തവണ മുഴക്കേണ്ട മുദ്രാവാക്യമാണ് ഞങ്ങൾ ജിഹാദികൾ തന്നെയാണ്. ശത്രുക്കൾ ദുർവ്യാഖ്യാനിച്ച അർത്ഥത്തിലല്ല, ശത്രുക്കൾ പറഞ്ഞു തരുന്ന അർത്ഥത്തിലല്ല. ഞങ്ങൾക്കിപ്പോ യുക്തിവാദികളാരും ഖുർആൻ ക്ലാസ് എടുക്കണ്ട, ജൂതന്മാരാരും മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഖുർആൻ ക്ലാസ് എടുക്കണ്ട, ഇസ്ലാമിന്റെ ശത്രുക്കൾ ആരും പ്രവാചകരെ പരിചയപ്പെടുത്തി തരണ്ട. അത് ഓരോ യുഗങ്ങളിലും യുഗയുഗാന്തരങ്ങളിൽ കടന്നു വന്ന നവോത്ഥാന നായകന്മാർ കൃത്യമായി, വസ്തുനിഷ്ഠമായി അത് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ഈ സമുദായത്തിന്. അവർ പറഞ്ഞ അർത്ഥത്തിലല്ല. നമ്മൾ ജിഹാദികളാണ്. ഏതർത്ഥത്തിൽ? അല്ലാഹുവും റസൂലും പറഞ്ഞു തന്ന ജിഹാദിന്റെ അർത്ഥത്തിൽ നമ്മളൊക്കെയും ജിഹാദികളാണ്, ജിഹാദികളായിരിക്കേണ്ടതുണ്ട്. എന്താ അല്ലാഹുവും റസൂലും പറഞ്ഞ ജിഹാദിന്റെ ഡെഫിനിഷൻ? എന്താണ് നിർവചനം? ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ സൂക്തങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മഹത്തുക്കളായ ഇമ്മത്ത് തഅരീഫ് പറഞ്ഞത്, നിർവചനം പറഞ്ഞത് അൽ ജിഹാദു ബദ്ലുൽ ഖുദ്റതി ഫീ ഹുസൂലി മഹബൂബിൽ ഹഖ്. ജിഹാദിന്റെ ഡെഫിനിഷൻ ബദ്ലുൽ ഖുദ്റതി ഫീ ഹുസൂലി മഹബൂബിൽ ഹഖ്. ചുരുക്കി പറഞ്ഞാൽ ഹഖ് സുബ്ഹാനഹു വ തആലയുടെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി സമ്പാദിക്കാൻ വേണ്ടി ചെയ്യുന്ന കഠിനാധ്വാനം, അതിന്റെ പേരാണ് ജിഹാദ്. അല്ലാഹുവിനെ കിട്ടാൻ, മഹബൂബായ ഹഖിനെ കിട്ടാൻ, അവന്റെ തൃപ്തി കിട്ടാൻ വേണ്ടി നടത്തുന്ന കഠിനാധ്വാനത്തിന്റെ പേരാണ് ജിഹാദ്. ആ അർത്ഥത്തിൽ ഒരു സത്യവിശ്വാസി കുടുംബത്തെ പോറ്റാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത് ജിഹാദാണ്. വാർദ്ധക്യ സഹജമായ ക്ഷീണത്തിൽ കൂടെ കിടക്കുന്ന മാതാപിതാക്കളെ സേവിക്കൽ ജിഹാദാണ്.
സമൂഹത്തിലെ അവശരായ, അനാഥരായ, അഗതികളായ ആളുകളെ സംരക്ഷിക്കൽ ജിഹാദാണ്. പള്ളിക്കും മദ്രസകൾക്കും വേണ്ടി സേവനം ചെയ്യൽ ജിഹാദാണ്. സ്വന്തം രാജ്യത്തിന്റെ മേൽ ശത്രു രാജ്യങ്ങൾ കടന്നു വന്ന് ആക്രമിക്കാൻ ഒരുമ്പെട്ടാൽ, ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ നേർക്ക് ശത്രുക്കൾ കടന്നു വന്ന അക്രമങ്ങൾ അഴിച്ചിട്ടാൽ അവരെ തുരത്താൻ വേണ്ടി ആയുധമെടുത്ത് പോരാടൽ ജിഹാദാണ്. ഇതാണ് ജിഹാദ്. ജിഹാദ് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് മുസ്ലിമീങ്ങള്. ഞങ്ങൾ ഖുർആനിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, ഹദീസിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അത് നെഞ്ചിലേറ്റിയ മഹാരഥന്മാരായ ഇമാമുകളിൽ നിന്ന്, ഔലിയാക്കളിൽ നിന്ന്, മുജദ്ദിദുകളിൽ നിന്ന്, നവോത്ഥാന നായകന്മാരിൽ നിന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് ജിഹാദ് എന്താണെന്ന്. ഈ രാജ്യത്തിന് നേരെ വന്ന വൈദേശിക അധിനിവേശങ്ങൾ, കടന്നുകയറ്റങ്ങൾ, അത് വന്നപ്പോ നമ്മൾ ജിഹാദ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പൂർവികർ പ്രധാനപ്പെട്ട മലയാളക്കര കണ്ട 3 കടന്നുകയറ്റങ്ങൾ. ആദ്യത്തേത് പോർച്ചുഗലിന്റെ ഭാഗത്ത് നിന്നായിരുന്നു, രണ്ടാമത്തേത് ഡച്ചുകാരുടെ ഭാഗത്ത് നിന്നായിരുന്നു, മൂന്നാമത്തേത് കനത്ത ആക്രമണം ബ്രിട്ടന്റെ ഭാഗത്ത് നിന്നായിരുന്നു. ഇത്തരം അധിനിവേശങ്ങൾ, കടന്നുകയറ്റങ്ങൾ നമ്മുടെ മണ്ണിന് നേർക്ക് വന്നപ്പോൾ നമ്മുടെ പൂർവീകരായ ആളുകൾ ജീവൻ കൊടുത്ത് ഈ രാജ്യത്തെ സംരക്ഷിച്ചിട്ടുണ്ട്. ഒരിക്കലും വൈദേശിക ശക്തിയുടെ ചെരിപ്പ് നക്കാനോ, പാദസേവ നടത്താനോ, അവരുമായി സന്ധിയാകാനോ മുസ്ലിം ഉമ്മത്തിലെ നായകന്മാർ, ചരിത്ര പുരുഷന്മാർ തയ്യാറായിട്ടില്ല. ആദ്യമായി വന്ന വൈദേശിക കടന്നുകയറ്റമാണ് പറങ്കിപ്പടയുടെ കടന്നുവരവ്. അതിനെതിരെ ധീരമായി പോരാടിയ കുഞ്ഞാലി മരക്കാർമാരുടെ ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. നമുക്കറിയാം, പൊന്നാനിയിലെ മുജദ്ദിദുമാർ, മഖ്ദൂമുമാർ, കേരളക്കരയ്ക്ക് ദീനിന്റെ പൊൻവെളിച്ചം സമ്മാനിച്ച മഹാന്മാരായ നായകന്മാരാണ് സൈനുദ്ദീൻ മഖ്ദൂമുമാർ. സൈനുദ്ദീൻ മഖ്ദൂം കബീർ ഒന്നാമൻ രചിച്ച ഒരു കൃതിയുണ്ട്. ആ കൃതിയുടെ പേരെന്താണെന്നറിയോ? തഹ്രീദു അഹ്ലിൽ ഈമാനി അലൽ ജിഹാദ്. തഹ്രീദു അഹ്ലിൽ ഈമാനി അലൽ ജിഹാദ്. എന്താണ് ആ വാക്കിനർത്ഥം? ഈമാനുള്ള, അല്ലാഹുവിലും റസൂലിലും മരണാനന്തര ജീവിതത്തിലും വിശ്വാസമുള്ള മുഅ്മിനീങ്ങളെ ജിഹാദിന്റെ മേൽ പ്രേരിപ്പിക്കുന്ന കൃതി. അത് കാവ്യ സമാഹാരമായിരുന്നു, കവിതയായിരുന്നു. പറങ്കിപ്പടക്കെതിരെ പോരാടാൻ നിർദ്ദേശം നൽകുന്ന വരികളായിരുന്നു സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഒന്നാമൻ ഈ ഗ്രന്ഥത്തിലൂടെ. അതിന്റെ ഇതിവൃത്തം അതായിരുന്നു. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ രണ്ടാമൻ രചിച്ച തുഹ്ഫത്തുൽ മുജാഹിദീൻ ഇന്നും അറബിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ്. തുഹ്ഫത്തുൽ മുജാഹിദീൻ ജിഹാദ് ചെയ്യുന്ന യോദ്ധാക്കൾക്കൊരു ഗിഫ്റ്റ്, ഒരു സമ്മാനം എന്നർത്ഥത്തിൽ വരുന്ന തുഹ്ഫത്തുൽ മുജാഹിദീൻ. എന്താണ് അതിന്റെ ഉള്ളടക്കം? പറങ്കിപ്പടയെ തുരത്താൻ സമര പോരാട്ട രംഗത്തിറങ്ങൽ ഓരോ മുഅ്മിനിന്റെയും ബാധ്യതയാണെന്ന് പഠിപ്പിക്കുന്ന കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. ഇതാണ് നമ്മുടെ ജിഹാദ്, ഇതാണ് നാം പഠിച്ച ജിഹാദ്. അതെ, അനിവാര്യമായ ഘട്ടമായാൽ, മറ്റു പോംവഴിയില്ലാത്ത സാഹചര്യം വന്നാൽ ആയുധമെടുക്കണമെന്ന് ദീനുൽ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അത് ഇസ്ലാം മാത്രമല്ല പറഞ്ഞത്. അനിവാര്യ ഘട്ടങ്ങളിൽ സായുധ സമരം വേണമെന്ന് പറയാത്ത മതങ്ങളേതാ? അത് പറയാത്ത വേദഗ്രന്ഥങ്ങളേതാ? ഹിന്ദു മതത്തിന്റെ, ഹൈന്ദവ ദർശനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അവലംബമാണ് മഹാഭാരത ഇതിഹാസം. മഹാഭാരതം അത് മുഴുവൻ യുദ്ധമാണ്. പരിശുദ്ധ ഖുർആനിലെ 6000 ചില്ലറ ആയത്തുകൾ പരതിയാൽ തുച്ഛമായത്തുകൾ മാത്രമാണ് സായുധ സമരത്തെ കുറിച്ച് പറയുന്നത്. കുറഞ്ഞ ആയത്തുകൾ. മഹാഭാരത ഇതിഹാസം ഫുൾ യുദ്ധമാണ്. കുരുക്ഷേത്ര ഭൂമിയിൽ
പാണ്ഡവരും കൗരവരും തമ്മിൽ ഏറ്റുമുട്ടുന്നു. സത്യത്തിന്റെ നേരിന്റെ പക്ഷത്ത് അടിയുറച്ചു നിന്ന അർജുനൻ ശത്രുവിഭാഗത്തിലേക്ക്, ശത്രു സൈന്യത്തിലേക്ക്, ഓപ്പോസിറ്റിലേക്ക് നോക്കുമ്പോ തന്റെ രക്തബന്ധുക്കളുണ്ടവിടെ, തന്റെ നാട്ടുകാരുണ്ടവിടെ, തന്റെ പരിചയക്കാരുണ്ടവിടെ, തന്റെ സ്നേഹിതന്മാരുണ്ട് മറുപക്ഷത്ത്. അർജുനന് യുദ്ധത്തിന് മനസ്സനുവദിച്ചില്ല. തളർച്ചയോടെ, മടിയോടെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ തീരുമാനിച്ച് അർജുനൻ ഇരുന്നപ്പോൾ അർജുനനെ യുദ്ധത്തിന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, ഉത്തേജനം നൽകിക്കൊണ്ട്, പ്രചോദിപ്പിച്ചുകൊണ്ട് അവതരിച്ച ശ്ലോകങ്ങളാണ് ഭഗവത്ഗീത മുഴുവൻ. ഒരായത്തു രണ്ടായത്തും അല്ല, എല്ലാ ശ്ലോകങ്ങളും യുദ്ധത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന വരികളാണ്. ഇനി ബൈബിൾ നോക്കൂ. ആവർത്തന പുസ്തകം 20-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള വചനങ്ങളിൽ ബൈബിൾ യുദ്ധം എങ്ങനെ ചെയ്യണമെന്ന് വിശദീകരിക്കുന്നു. യുദ്ധത്തിന്റെ രൂപങ്ങൾ കൃത്യമായി പറഞ്ഞു തരുന്നു ബൈബിൾ. ഒരു പ്രദേശത്തേക്ക് കടന്നു ചെന്ന് അവിടെയുള്ള ജനങ്ങളോട് സമാധാനം പറയണം. അങ്ങനെ വേണ്ടത്. നാട്ടുകാരെ, നീതിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി നിലകൊള്ളണമെന്ന് വിളിച്ചു പറയണം. അവർ സമാധാന പാലനത്തിന് തയ്യാറല്ലാതെ അക്രമത്തിന് തുനിഞ്ഞാൽ അവരിലെ പുരുഷന്മാരെ വാൾ കൊണ്ട് കൊല്ലണം. ബൈബിളാട്ടോ. സമാധാനത്തിനെ അംഗീകരിക്കാത്ത ശത്രുക്കളിലെ പുരുഷന്മാരെ വാളുകൊണ്ട് കൊല്ലണം. അവരിലെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കന്നുകാലികളെയും പട്ടണത്തിലുള്ളതൊക്കെയും യുദ്ധത്തിലെ കൊള്ള മുതലായി നീ എടുത്തുകൊള്ളണം. ബൈബിൾ പറഞ്ഞതാ. ഇത്രേ ഖുർആനും പറഞ്ഞിട്ടുള്ളൂ. ഇത്ര പറഞ്ഞിട്ടില്ല, ഈ അളവിൽ പറഞ്ഞിട്ടില്ല. സായുധ സമരം അനിവാര്യമായി വന്നാൽ യുദ്ധം വേണം. ജിഹാദ് എന്ന് പറഞ്ഞാല് യുദ്ധമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഖിതാൽ എന്നാണ് സായുധ സമരത്തിന് ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം. ഖിതാൽ, ആയുധം എടുത്തിട്ടുള്ള സമരം. അത് വേണം അനിവാര്യമായി വന്നാൽ. മറ്റു വേദഗ്രന്ഥങ്ങൾ പറഞ്ഞതുപോലെ അതിന്റെ അടുത്തെത്തൂലെങ്കിലും അതിന് തത്തുല്യമായ നിലക്കല്ലെങ്കിലും അതുപോലത്തത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്നല്ലാതെ അമുസ്ലിമീങ്ങളെ മുഴുവൻ കൊന്നുകൂട്ടണമെന്നോ ബഹുദൈവാരാധകരായ മുശ്രിക്കീങ്ങളെ കൂട്ടക്കശാപ്പ് ചെയ്യണമെന്നോ ഖുർആൻ ഒരിടത്തും പറഞ്ഞിട്ടേയില്ല. നമ്മുടെ ശത്രുക്കൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. പരിശുദ്ധ ഖുർആനിന്റെ ഒരായത്തിന്റെ പകുതി എടുത്തുകൊണ്ട് വിശദീകരിച്ച് നടക്കുകയാണ്. കുപ്രചരണങ്ങൾ അഴിച്ചുവിടുകയാണ്. പ്രചണ്ഡമായ പ്രചാരണ വേല നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരായത്ത് മൊത്തത്തിൽ സന്ദർഭത്തിൽ നിന്ന്, ചരിത്ര പശ്ചാത്തലങ്ങളിൽ നിന്ന് അടർത്തി ഊരിയെടുത്തുകൊണ്ട് കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശത്രുക്കൾ. ഉദാഹരണത്തിന് തൗബ സൂറത്തിന്റെ 36-ാമത്തെ ആയത്ത് നമ്മുടെ TV ചർച്ചകളിൽ, ചാനൽ ചർച്ചകളിലൊക്കെ കേൾക്കുന്നതാണിത്. എന്താണ് തൗബയുടെ ഒരായത്ത്? 36-ാമത്തെ ആയത്ത്, വഖാതിലുൽ മുശ്രിക്കീന കാഫ. സത്യനിഷേധികൾ എന്നല്ല, ബഹുദൈവ വിശ്വാസികളായ ആളുകളെ കൂട്ടക്കൊല ചെയ്യണം. അടങ്കലും കൊല്ലണം. അങ്ങനെ തന്നെ അർത്ഥം. വഖാതിലുൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളോട് പടവട്ടണം. ബഹുദൈവ വിശ്വാസി കാഫ, അടങ്കലും മൊത്തത്തിൽ യുദ്ധം ചെയ്യണം. എന്നിട്ട് പറയാ, ഈ ആയത്തിന്റെ ഇത്രയും ഭാഗങ്ങൾ വായിച്ചിട്ട് പറയാണ്, ഇതേ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യാൻ, യേശുവിനെ ആരാധിക്കുന്ന ബഹുദൈവ വിശ്വാസികളായ ക്രൈസ്തവരെ കൂട്ടക്കൊല നടത്താൻ ഖുർആന്റെ ആഹ്വാനമാണെന്ന് കുപ്രചരണങ്ങൾ അഴിച്ചുവിടുക. അത് കുപ്രചരണാണ്. വസ്തുത എന്താ? ആ ആയത്തിന്റെ അടുത്ത ഭാഗം ഓതിയാ മതി, പ്രശ്നം തീരും. ആ ആയത്തൊന്ന് മുഴുവൻ ഓതിയാ മതി, പ്രശ്നം തീരും. വഖാതിലുൽ മുശ്രിക്കീന കാഫതൻ കമാ യുഖാതിലൂനകും കാഫ. അപ്പൊ ക്ലിയർ ആയി. കമാ യുഖാതിലൂനകും കാഫ,
നിങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടാൽ, ബഹുദൈവാരാധകരായ ശത്രുക്കൾ നിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി, കൂട്ടക്കൊല നടത്താൻ വേണ്ടി മുസ്ലിമീങ്ങളെ കടന്നു വന്നാൽ നിങ്ങൾ അവരോട് അതുപോലെ ചെയ്യണം. എവിടെ കുഴപ്പമുള്ളത്? എവിടെ കുഴപ്പമുള്ളത്? സൂറത്തു തൗബ 5-ാമത്തെ ആയത്ത്, കുപ്രചരണങ്ങളുടെ മറ്റൊരായത്താണ്. 5-ാമത്തെ ആയത്ത്, ഫഖ്തുലുൽ മുശ്രികീന ഹൈസു വജത്തുമൂഹും, ഫഖ്തുലുൽ മുശ്രികീന ഹൈസു വജത്തുമൂഹും. ബഹുദൈവ വിശ്വാസികളെ, ബഹുദൈവ ആരാധകരെ കണ്ടിടത്ത് വെച്ച് വെട്ടിക്കൊല്ലണം. നമ്മുടെ മലയാള ചാനലുകളിൽ ഡിബേറ്റ് നടക്കുമ്പോൾ ചില ആളുകൾ ഈ ആയത്തെടുത്തുദ്ധരിച്ചു പറഞ്ഞു, ലോകത്ത് ആദ്യം നിരോധിക്കപ്പെടേണ്ടുന്ന ഗ്രന്ഥം ഖുർആനാണ്. ഖുർആൻ നിരോധിക്കണം ഇന്ത്യ രാജ്യത്തും ലോകത്തും. എന്താ കാരണം? ഫഖ്തുലുൽ മുശ്രികീന ഹൈസു വജത്തുമൂഹും, എവിടെ വെച്ച് കണ്ടാലും ബഹുദൈവാരാധകരെ വെട്ടിക്കൊല്ലണം. ഇങ്ങനെ ആയത്തുണ്ടോ? ഉണ്ട്. അതിന്റെ അർത്ഥം ഇതാണോ? ഇതന്നെയാണ്. അങ്ങനെ പാടുണ്ടോ? അത് ഏത് സാഹചര്യത്തിൽ ഇറങ്ങിയതാ നോക്കണം, ഏത് സന്ദർഭത്തിൽ അവതരിച്ചതാണെന്ന് നോക്കണം. മുസ്ലിമീങ്ങളും മുശ്രിക്കീങ്ങളും തമ്മിൽ നീണ്ട പോരാട്ടങ്ങളുടെ കാലം, യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം. ആ സാഹചര്യത്തിൽ കണ്ടിടത്ത് വെച്ച് അവരെ വധിക്കണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഏതുപോലെ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം, നീണ്ട യുദ്ധം. അള്ളാഹ് കാക്കട്ടെ, അങ്ങനെ വേണ്ട നമുക്ക്. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങളല്ലേ? റഷ്യയും യുക്രൈനും തമ്മിൽ ഇപ്പോഴും പ്രശ്നത്തിലാണ്. ഇസ്രായേലും ഫലസ്തീനും തമ്മിൽ യുദ്ധത്തിലാണ്. മാസങ്ങളും കൊല്ലങ്ങളൊക്കെ നീണ്ടു നിൽക്കുന്ന യുദ്ധമാണ്. ഇങ്ങനെ ഇന്ത്യക്ക് നേരെ പാകിസ്ഥാന്റെ കടന്നുകയറ്റം ഉണ്ടാവുകയാണ്. അപ്പൊ ഇന്ത്യൻ പട്ടാളത്തിന്റെ കമാൻഡർ ഒരു ഓർഡർ കൊടുക്കുകയാണ്, പാകിസ്ഥാൻ പട്ടാളത്തെ കണ്ടിടത്ത് വെച്ച് ശരിയാക്കണം, കണ്ടാൽ ഉടനെ നിങ്ങൾ ഫയർ ചെയ്യണം, കണ്ടിടത്ത് വെച്ച് നിങ്ങൾ തോക്കിനിരയാക്കണം എന്ന് പറഞ്ഞാൽ എന്താ അവിടെ കുഴപ്പം? ഒരു യുദ്ധം നടക്കുന്ന നേരത്ത് കണ്ടാൽ തന്നെ ആക്ഷൻ എടുക്കണം, കണ്ടാൽ തന്നെ ശരിയാക്കി കളയണമെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? പിന്നെ ശത്രുപക്ഷത്തുള്ള പട്ടാളത്തെ കണ്ടാൽ പിടിച്ച് ഉമ്മ വെക്കണം എന്നാണോ പറയേണ്ടത്? ഒരു യുദ്ധമുഖത്ത് അങ്ങനെയാണോ പറയേണ്ടത്? യുദ്ധ സാഹചര്യത്തിൽ അവതരിച്ചതാണ്. യുദ്ധം നടക്കുമ്പോ അങ്ങനെ തന്നെയല്ലേ? തുടർന്നുള്ള ആയത്തും കൂടി ഓതിയാൽ കൃത്യവും. ബഹുദൈവ വിശ്വാസികളെ കണ്ടിടത്ത് വെച്ച് വധിക്കണമെന്ന് പറഞ്ഞ ആയത്തിന്റെ തൊട്ടുടനെ ഏതെങ്കിലും ഒരു മുശ്രിക്ക്, ബഹുദൈവാരാധകൻ നിങ്ങളുടെ മുന്നിൽ വന്ന അഭയം തേടിയാൽ അവരുടെ ഒരു രോമത്തിൽ നിങ്ങൾ തൊട്ടുകളയരുത്. ഫഅജിർഹു, സംരക്ഷിച്ചു കൊള്ളണം. കൂട്ടക്കൊലയല്ല ഇവിടെ ഉദ്ദേശം. ഇവിടെ നീതിയുടെ സംസ്ഥാപനം, ധർമ്മ സംസ്ഥാപനം, സത്യത്തിന്റെ നിലനിൽപ്പ്, കാരുണ്യത്തിന്റെ നിലനിൽപ്പ്, മാനവികതയുടെ നിലനിൽപ്പ്, അതവിടെ ലക്ഷ്യം. ആളെ കൊല്ലലല്ല. ഏതെങ്കിലും ഒരു ശത്രു മുശ്രിക്ക് മുന്നിൽ വന്ന് അഭയം ചോദിച്ചാൽ അവനെ വധിക്കരുതെന്ന് മാത്രമല്ല, ഇഞ്ചുറി ഉണ്ടാക്കരുത്. ഫഅജിർഹു, സംരക്ഷിച്ച് കൂടെ നിർത്തണം. ഇതൊന്നും നോക്കാതെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുക്കുക. ഇപ്പൊ വേണ്ട, ബദ്ർ യുദ്ധത്തിന് അനുവാദം തന്ന ആയത്ത് നോക്കുക. ബദ്ർ യുദ്ധത്തിന് അനുവാദം തന്ന ആയത്ത് സൂറത്തുൽ ഹജ്ജിന്റെ 39-40 ആയത്തുകൾ ബദ്റിന് അനുവാദം നൽകി അവതരിച്ചത്. ആദ്യമായി യുദ്ധത്തിന് അല്ലാഹു അനുവാദം തന്ന സന്ദർഭമാണത്. ഹജ്ജിന്റെ 39-40 ആയത്തുകൾ അവതരിച്ചപ്പോ അതുവരെ അനങ്ങാൻ പാടില്ലായിരുന്നു. മക്കയിലെ നീണ്ട 13 വർഷക്കാലം പ്രതിരോധിക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു, അവകാശമില്ലായിരുന്നു. കിട്ടുന്നൊക്കെ മേടിച്ചു വെക്കുക. പരിഹാസാണെങ്കിൽ മേടിച്ചെക്കുക, അടിയാണെങ്കിൽ മേടിച്ചെക്കുക, ഇടിയാണെങ്കിൽ സഹിക്കുക, കുത്താണെങ്കിൽ സഹിക്കുക, എല്ലാം സഹിക്കുക. 1-2 കൊല്ലല്ല കൂട്ടരെ, നീണ്ട 13 കൊല്ലം സ്വഹാബാക്കൾ തിരുഹലറത്തിൽ ചെന്ന് സങ്കടം പറയാൻ തുടങ്ങി. യാ റസൂലല്ലാഹ് മതാ നസ്റുല്ലാഹ്, എന്നാ പടച്ചോന്റെ സഹായം, എന്തോരായി സഹിക്കുന്നത്? അവർ സങ്കടം പറയാൻ തുടങ്ങി. 13 കൊല്ലം സഹിച്ചു, ഗത്യന്തരമില്ലാതായി. പിറന്ന മണ്ണിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. അങ്ങനെ വന്നപ്പോഴാണ്
അല്ലാഹു യുദ്ധത്തിന് അനുമതി നൽകുന്നത് ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. ഇതാണ് ആദ്യം യുദ്ധത്തിന് അനുവാദം കൊടുത്ത ആയത്ത്. ഉദിന ലില്ലദീന. ഒന്ന് ശ്രദ്ധിക്കണേ, നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുകയാണ്, എന്തൊക്കെ കുപ്രചരണങ്ങളാണ് നമുക്ക് നേരെ. നമ്മൾ ബദർ അനുസ്മരിക്കുമ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഉദിന ലില്ലദീന യുഖാതലൂൻ, യുദ്ധത്തിനിരയായ ദുർബലരായ ആളുകൾക്ക് തിരിച്ചടിക്കാൻ, അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ ഇതാ അനുവാദം നൽകപ്പെടുന്നു. ഉദിന അനുവാദം നൽകപ്പെടുന്നു. ലില്ലദീന യുഖാതലൂൻ, യുദ്ധത്തിന് ഇരയായ ആളുകൾക്ക്. യുദ്ധത്തിന് ഇരയായ ആളുകൾക്ക് ഇതാ അനുവാദം നൽകുന്നു. ബിഅന്നഹും ളുലിമു, അവർ മർദ്ദിതരാണെന്ന കാരണത്താൽ. ഒരു രാജ്യം വെട്ടുപിടിക്കാനല്ല, ഇസ്ലാം മതത്തിലേക്ക് മെമ്പർഷിപ്പ് കൂട്ടാനല്ല. ബിഅന്നഹും ളുലിമു, അവർ നിരന്തരം വേട്ടയാടപ്പെട്ടു എന്ന കാരണത്താൽ, അവർ മർദ്ദിതരാണ് എന്ന കാരണത്താൽ. വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. തീർച്ച, പേടിക്കണ്ട. നിങ്ങൾ ന്യൂനപക്ഷമാണെങ്കിലും, നിങ്ങൾ ദുർബലരാണെങ്കിലും, നിങ്ങൾ പാവങ്ങളാണെങ്കിലും, നിങ്ങൾ മർദ്ദിതരാണെങ്കിലും പേടിക്കണ്ട. തീർച്ച അല്ലാഹു സഹായിക്കാൻ കഴിവുള്ളവനാണ്. അത്തരം ന്യൂനപക്ഷങ്ങളെ സഹായിക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു. എന്നിട്ട് അല്ലാഹു പറയാൻ, അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്, ഒരു ന്യായവുമില്ലാതെ പിറന്ന മണ്ണിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടവരാണവർ. സ്വനാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണവർ. ബിഗൈരി ഹഖ്, ഒരു ന്യായവുമില്ല. ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ നാഥൻ അല്ലാഹുവാണെന്ന് പറഞ്ഞ ഒറ്റ കാരണം, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാൻ, ഞങ്ങളുടെ സംരക്ഷകൻ അല്ലാഹു മാത്രമാണ് എന്ന പ്രഖ്യാപനം മാത്രമാണ് കുറ്റമായി കണ്ടത്. എന്തേ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയത്? അധികാരം സ്വപ്നം കണ്ടാണോ? അല്ല. പണം ആഗ്രഹിച്ചാണോ? അല്ല. സുഖജീവിതം ആഗ്രഹിച്ചാണോ? അല്ല. പിറന്ന മണ്ണിലുള്ള മർദ്ദനം കാരണം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയത്. അതിരിക്കട്ടെ, ഇങ്ങനെ അനുവാദം തന്നു അല്ലാഹു ബദർ അടക്കമുള്ള യുദ്ധങ്ങൾക്ക്. എന്നിട്ടോ കൂട്ടക്കൊല നടത്തിയിരുന്നോ? ശത്രുക്കൾ പ്രചരിപ്പിക്കും പോലെ കൂട്ടക്കൊലയിരുന്നോ? ബദർ യുദ്ധത്തിൽ എത്ര ആളാ വധിക്കപ്പെട്ടത്? എത്ര ആളാ? 1000-ലധികം ആളുകൾ വന്നിട്ട് എത്ര പേരാ അവർ തോറ്റ് അമ്പി തൊപ്പിയിട്ട് ആയുധം വെച്ച് കീഴടങ്ങിയിട്ടും ശത്രുപക്ഷത്ത് നിന്ന് എത്ര ആളാ വധിക്കപ്പെട്ടത്? എത്ര ആളാ? ഇതൊക്കെ ഒന്ന് അറിയണം. ബദർ, നിങ്ങൾ ബദറിന്റെ ആൾക്കാരല്ലേ, ജിഹാദികളെ. ശരിയാണ്, അവിടെയൊക്കെ കൂട്ടക്കൊല തന്നെയാണ്. എത്ര ആളാ വധിക്കപ്പെട്ടത്? വെറും 70 പേർ. മറ്റുള്ളവരെ കിട്ടാത്തതുകൊണ്ടല്ല, 70 പേർ അറസ്റ്റിലായിട്ടുണ്ട്. വേറെ അവരെ വേണമെങ്കിൽ എന്താ വധിച്ചൂടെ? തൊട്ടിട്ടില്ല. 70 പേർ വധിക്കപ്പെട്ടു. മുസ്ലിങ്ങളുടെ പക്ഷത്ത് നിന്ന് 14 പേരും, മൊത്തം 84 പേരാണ് ബദർ പോർക്കളത്തിൽ വധിക്കപ്പെട്ടത്. ഇസ്ലാമിക ചരിത്രത്തിൽ 80ഓളം ജിഹാദുകൾ, യുദ്ധങ്ങൾ, ഖിതാലുകൾ നടന്നിട്ടുണ്ട്. 80ഓളം യുദ്ധങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പങ്കെടുത്ത ഗസ്വത്ത്, അതിന് ഗസ്വത്ത് എന്നാണ് പറയാ, നബി തങ്ങൾ പങ്കെടുത്ത നേതൃത്വം നൽകിയ യുദ്ധങ്ങൾക്ക് അത് 30-ൽ താഴെ ഉള്ളൂ. 19 റിവായത്തുണ്ട്, 29 ഉണ്ട്, 30 ഉണ്ട്. ഏതായാലും 30-ൽ താഴെ യുദ്ധങ്ങൾക്ക് മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ നേതൃത്വം നൽകിയത്. പിന്നെ ഖലീഫമാർ വന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം വന്നു, ഖലീഫമാരെ കാലം വന്നു. മൊത്തം ഇസ്ലാമിക ചരിത്രത്തിൽ 80ഓളം യുദ്ധങ്ങൾ നടന്നു. ഈ 80ഓളം യുദ്ധങ്ങളിൽ ഇരുപക്ഷത്തു നിന്നുമുണ്ടായ ആൾനാശത്തിന്റെ കണക്ക് എത്രയെന്നറിയോ? എത്ര ആൾ കൊല്ലപ്പെട്ടു? മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്നും അമുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്നും മൊത്തം എത്ര ആൾ വധിക്കപ്പെട്ടു? 1100-ന് താഴെ. 80ഓളം യുദ്ധങ്ങൾ നടന്നപ്പോ ഇരുപക്ഷത്തു നിന്നുമായി വധിക്കപ്പെട്ടവരുടെ കണക്ക് 1100-ന് താഴെ മാത്രം ആളുകളാണ് കൊല്ലപ്പെട്ടത്. അത് തന്നെ സ്ത്രീകളെ തൊടരുത്, കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കരുത് എന്ന കണിശമായ ശക്തമായ ഉത്തരവോടെ 1100-ന് താഴെ മാത്രം.
എന്നാൽ ആധുനിക ലോകത്ത് നടന്ന യുദ്ധങ്ങൾ, ലോകമഹായുദ്ധങ്ങൾ, ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ, ദുശക്തികൾ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അടക്കം പതിനായിരങ്ങളെയും ലക്ഷക്കണക്കിനെയും ബോംബിട്ട് ഭസ്മമാക്കി ചുട്ടുകൊല്ലുമ്പോൾ അവരെ പിന്താങ്ങുന്ന പിശാചുക്കളുമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നേരെ കൊഞ്ഞണം കുത്തുന്നത്. എന്ത് ഒറ്റ യുദ്ധത്തിൽ 10,000-കണക്കിന് കുഞ്ഞുങ്ങളെ, ദുർബലരായ പെണ്ണുങ്ങളെ കൂട്ടക്കൊല നടത്തിയിട്ട് അതിന് നേതൃത്വം നൽകുന്നവരും അതിനൊത്താശ ചെയ്യുന്നവരും അതിനെ വെളുപ്പിച്ചെടുക്കുന്നവരായ ആൾക്കാരാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളെ ഭീകരതയാക്കി മുദ്രകുത്തുന്നത്, അള്ളാഹുവിന്റെ റസൂലിനെ രക്തദാഹിയായി പരിചയപ്പെടുത്തുന്നത്, ഖുർആനിനെ ഭീകര ഗ്രന്ഥമാക്കി പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ആലോചിക്കണം, നമ്മളിത് തിരിച്ചറിയണം. ഞാൻ നീട്ടി പറയുന്നില്ല. ബദ്ർ യുദ്ധത്തിന്റെ ചരിത്രം ഒരു വർക്കത്തിന് വേണ്ടി നമുക്കത് പാടിപ്പറയാൻ നേരല്ല. മോയിൻകുട്ടി വൈദ്യര് രചിച്ച സീറ കിതാബിന്റെ അവലംബം, അതിന്റെ അടിസ്ഥാനത്തിൽ ആ കഥ പറഞ്ഞ, ചരിത്രം പറഞ്ഞ ഭാഗം മുൻഗാമികളായ കാതികന്മാരൊക്കെ ഒരാഴ്ചയും ആഴ്ചകളും മാസങ്ങളൊക്കെയാണ് പാടി പറഞ്ഞിരുന്നത്. നമുക്കത് പറയാൻ നേരല്ല. പക്ഷെ ബർക്കത്തിന് വേണ്ടി ഒരു ചരിത്രം. ഖുറൈശിപ്പടയുടെ നേതാക്കന്മാരിൽ കേമനായിരുന്ന അബൂജഹൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ ബദ്ധവൈരിയായിരുന്ന അബൂജഹൽ, ഈ ഉമ്മത്തിലെ ഫിറഔൻ എന്ന ഗുണം മേടിച്ച ഫിറഔൻ അബൂജഹൽ, ഈ ഉമ്മത്തിന്റെ ഫിറഔനാന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. ഇവനെ കൊന്നതാരാ? ബദറിന്റെ വിജയം അള്ളാന്റെ സഹായം കൊണ്ട് മാത്രാണ്. ആയുധമില്ല, ആളുമില്ല, കരുത്തുമില്ല, ഒന്നുമില്ല, അള്ളാഹുവിന്റെ സഹായം. ഈ ഖുറൈശിപ്പടയുടെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന അബൂജഹലിനെ, ഈ സമുദായത്തിലെ ഫറോവ എന്ന ധിക്കാരിയെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ബദ്ധവൈരിയായ അബൂജഹലിനെ ആരാ കൊന്നത്? കാരിരുമ്പിന്റെ കരുത്തുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളായിരുന്നു. അല്ല, അസദുല്ല ഹൈദറ എന്ന സ്ഥാനപ്പേരുള്ള അള്ളാഹുവിന്റെ സിംഹം, പുലിക്കുട്ടി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന അലിയാർ തങ്ങളായിരുന്നോ കൊന്നത്? അല്ല. ആരാ കൊന്നത്? അബൂജഹലിനെ ആരാ കൊന്നത്? രണ്ട് പിള്ളേര് പറഞ്ഞാല് പ്രായപൂർത്തി ആയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഗുലാം എന്ന പ്രയോഗമാണ് ഹദീസിൽ. ഗുലാം, ഷാബ് എന്നല്ല, ഗുലാം, കൊച്ചു പയ്യന്മാര് രണ്ടാള്. മുആദ് ഇബ്നു അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു അഫ്റാ റളിയല്ലാഹു അൻഹു. രണ്ട് മുആദ് എന്ന കുട്ടികള്. അംർ എന്ന മനുഷ്യന്റെ മോനായ മുആദും അഫ്റാ എന്ന ആളുടെ മകനായ മുആദും, രണ്ട് മുആദ് കുട്ടികൾ, പയ്യന്മാര്. ആ രംഗം സീറ കിതാബുക്കൊന്നും നോക്കണ്ട. നമ്മുടെ പ്രമാണമായ സഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരി റഹിമഹുല്ല ആ സംഭവം വൃത്തിയായിട്ട് വിശദീകരിക്കുന്നുണ്ട് സഹീഹുൽ ബുഖാരിയിൽ. വിശ്വാസികളിലെ കാരണവരായിരുന്ന പ്രസിദ്ധ സ്വഹാബി വര്യനായ അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ലഭിച്ച ഒരു സഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയാൻ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയാൻ, ബൈനമാ അന വാഖിഫുൻ ഫി സ്വഫി യൗമ ബദരിൻ, ബദറിന്റെ യുദ്ധ ദിവസം ഞാൻ സ്വഫിൽ, റസൂലുള്ള നിർത്തിയ, അണിയൊപ്പിച്ച് നിർത്തിയ സ്വഫിൽ ഞാൻ നിൽക്കുകയാണ്. എല്ലാരെയും അണിയൊപ്പിച്ച് സ്വഫാക്കി നിർത്തി യുദ്ധത്തിന്. ഫനളർതു അൻ യമീനി വശിമാലി, എന്റെ ഇടത്തും വലത്തും ആരാന്ന് ഞാനൊന്ന് നോക്കി. നമ്മൾ ജമാഅത്തിന് നിസ്കാരത്തിന് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നേർക്ക് മോന്തയിലേക്ക് നോക്കിയില്ലെങ്കിലും വാൽക്കണ്ണുകൊണ്ട് നോക്കുമല്ലോ. ആ ഏതൊക്കെ ഹൈവാന്മാരാ എന്റെ അടുത്ത് നിൽക്കണേ നോക്കുമല്ലോ. ഞാൻ ബദർ യുദ്ധ ദിനം സുഫിൽ നിൽക്കവേ ഞാൻ എന്റെ വലതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്കും ആരാണ് എന്റെ കൂടെ നിൽക്കുന്നതെന്ന് നോക്കുമ്പോൾ ഫഇദൻ അന ബിഗുലാമൈനി മിനൽ അൻസാർ ഹദീസത്തിൻ അസ്നാനുഹുമാ, നോക്കുമ്പോ അൻസാരി പയ്യന്മാരായ മദീന നിവാസികളിൽപ്പെട്ട രണ്ട് കൊച്ചനുജന്മാർ, രണ്ട് പയ്യന്മാരുടെ മധ്യത്തിലാണ് ഞാനുള്ളത്. എന്റെ വലത്തും ഒരു പയ്യൻ, ഇടതും ഒരു പയ്യൻ. ഫതമന്നൈതു അൻ അകൂന ബൈന അളഅ മിൻഹുമാ, ഞാനൊരു കാരണവരായ ഞാൻ
ഈ പിള്ളേരടിയിൽ ഇപ്പൊ നിൽക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് നാണം തോന്നുകയും എന്നെപ്പോലത്തെ ഇച്ചിരി പ്രായമുള്ള ആളുകളുടെ ഇടയിലേക്ക് മാറി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തു. എന്താ കാരണം? ഇത് നേർച്ച ചോറ് മേടിക്കാൻ വേണ്ടിയുള്ള ക്യൂ അല്ല, ഇത് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ക്യൂ ആ. ഇടത്തും വലത്തും ആരാന്നൊന്നും അറിയണ്ടേ? നോക്കുമ്പോ പിള്ളേരാ. അവിടെ നിന്ന് മാറിയിട്ട് എന്റെ പ്രായമുള്ള ആളുകളുടെ ഇടയിലേക്ക്, അവരെക്കാൾ കുറച്ച് മുതിർന്ന ആളുകളുടെ ഇടയിലേക്ക് ഞാൻ മാറി നിൽക്കാൻ ആശ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്. അപ്പോഴാണ് ഒരു പയ്യൻ എന്നൊരു തോണ്ട്, എന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി ഒന്ന് തോണ്ടി. ഞാൻ ഫനവർത്ത് നോക്കിയപ്പോ യാ അമ്മി, കൊച്ചാപ്പ. അത് അറബികൾ നമ്മൾ ഇക്കാന്ന് വിളിക്കുന്ന സ്ഥാനത്താ യാ അമ്മി. ഇന്നും അങ്ങനെ തന്നെയാണ്. വയസ്സിൽ മുതിർന്നവരെ താഴ്ന്നവർ വിളിക്കുക യാ അമ്മീന. നമ്മൾ ഇക്കാന്ന് വിളിക്കും പോലെ അല്ല, കൊച്ചാപ്പ അല്ല ഇക്ക. ഹൽ തഅരിഫു അബാ ജഹൽ? ഈ കുഞ്ഞു ചോദിക്കുകയാണ്. ആരോട്? ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. എന്ത്? താങ്കൾക്ക് അബൂജഹലിനെ അറിയില്ലേ? ഖുൽതു നഅം, അറിയാം. മാ ഹാജത്തുക അലൈഹി യബ്ന അഖി? എന്റെ കുഞ്ഞെ, അയാളെ മോനെന്താ ആവശ്യം? അബൂജഹലിന് ചോദിച്ചിട്ട് മോനെന്താണ് അയാളെ കൊണ്ട് കാര്യം? ഫഖാല, ആ കുഞ്ഞു പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലൗ റഅയ്തുഹു, എന്റെ നാഥനാണ് സത്യം, ഞാൻ അവനെ കണ്ടാൽ എന്റെ ഹബീബായ തങ്ങളെ നിരന്തരം തെറി പറഞ്ഞവനാണവൻ, എന്റെ റസൂലിനെ നിരന്തരം ഉപദ്രവിച്ചവനാണവൻ, സത്യത്തിന്റെ ബദ്ധവൈരിയാണവൻ. ഞാൻ എന്റെ കണ്ണുകൊണ്ടവനെ കണ്ടാൽ ഈ വാളുകൊണ്ട് ഞാൻ പോരാടാനിറങ്ങും. ആയുസെത്തിയവൻ മരിച്ചു വീഴും. എന്റെ ആയുസാണ് തീർന്നതെങ്കിൽ ഞാൻ തീരും. അല്ല, അവന്റെ ആയുസാണ് തീർന്നതെങ്കിൽ ഞാൻ അവനെ യമപുരിയിലേക്ക് അയക്കും. വല്ലാഹി, അല്ലാഹനെ തന്നെ സത്യം. ഈ ചെക്കൻ, ഈ പയ്യൻ പറയാ, ഫതഅജ്ജബ്തു മിൻ ദാലിക. ഏയ്, ഇത് പറങ്കിയല്ലോ, ഇത് ചീര പറങ്കിയല്ലോ, ഞാൻ ഇവിടുന്ന് പോകേണ്ട ആളല്ലല്ലോ, ഇത് ഞാൻ വിചാരിച്ച മുതലല്ലോ. ഫഗമസനിൽ ആഖർ, മറ്റേ പുറത്തുള്ള പയ്യൻ എന്നെ തോണ്ടി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ഫഖാലലി മിസ്ലഹ, എവിടെ അബൂജഹലിനെ അറിയാമോ കൊച്ചാപ്പ? എന്തേ മോനെ, അവനെ ശരിയാക്കാൻ തന്നെ, വേറൊന്നുമല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ അതാ വരുന്നു അബൂജഹൽ. ഫഖുൽതു അലാ ഹാദല്ലദീ സാഹിബകുമാ അല്ലതീ സഅൽതുമാനി. ബുഖാരിയിൽ കാണാം, നിങ്ങൾ ഇത്ര നേരം ചോദിച്ച നിങ്ങളെ ചങ്ങാതി ദേ ആ വരുന്ന ആളാ. നിങ്ങളിപ്പോ എന്നോട് ചോദിച്ചില്ല, അയാളാണ് ആ ചങ്ങാതി. ഇത് കേൾക്കേണ്ട താമസം ഫബ്തദറാഹു ബിസൈഫിഹിമാ ഫഖതലാഹു ഫളറബാഹു ഹത്താ ഖതലാഹു. ഇതാണ് നിങ്ങൾ ചോദിച്ച ചങ്ങാതി എന്ന് പറയേണ്ട താമസം. ഈ രണ്ട് പുലിക്കുട്ടികളും അവരുടെ കയ്യിലേന്തിയ വാളുമായിട്ട് ഒറ്റ ചാട്ടം. ഫളറബാ, രണ്ടുപേരും ആഞ്ഞു വെട്ടി. ഹത്താ ഖതലാഹു, അവൻ താഴെ വീണ് നശിക്കുന്നത് വരെ ആഞ്ഞു വെട്ടി. സ്വഹീഹുൽ ബുഖാരി. രണ്ടുപേരും ഈ കൃത്യം ചെയ്ത ആള് വീണു, തീർന്നു എന്ന് കണ്ട് രണ്ട് പയ്യന്മാരും റസൂലിന്റെ ഹദ്റത്തിൽ വന്നിട്ട് പറഞ്ഞു, നമ്മളെ ആളെ ഞങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. ആരെ? അബൂജഹൽ. നിങ്ങളോ? അയ്യുക്കുമാ ഖതല, നിങ്ങൾ രണ്ടാളും കൂടി. അത് ആരാ? നിങ്ങളിൽ ആരാണ് അവനെ വധിച്ചത്? മുത്ത് റസൂൽ ചോദിക്കുന്നുണ്ട്. അയ്യുക്കുമാ ഖതല? ഫഖാല കുല്ലു വാഹിദിൻ മിൻഹുമാ അന ഖതലഹു അന ഖതലഹു. രണ്ടാളും ചാടി പറഞ്ഞു, ഞാനാണ് നബിയെ. രണ്ടാളും അവകാശവാദം. അപ്പൊ റസൂൽ ചോദിച്ചു, ഹൽ മസഹതുമാ സൈഫകുമാ, നിങ്ങൾ ഉപയോഗിച്ച വാള് കഴുകിയോ, തുടച്ചോ? ഇല്ല, വാള് അങ്ങനെ ഉണ്ട്, എന്നാ കൊണ്ടുപോവാ. നോക്കുമ്പോ നല്ല പണി നടത്തിയ വാള് മുആദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ വാളാ. മറ്റേ വാള് അതിൽ പങ്കാളിയായിട്ടുണ്ട്, പക്ഷെ പണി നന്നായിട്ട് നടത്തിയ വാള് മുആദ് ഇബ്നു അംർ എന്നവരുടെ വാളാണ്. റസൂലുള്ളാഹി പറഞ്ഞു, കിലാക്കുമാ ഖതല, രണ്ടാളും തന്നെയാണ് അവനെ കൊന്നത്. ആ കൂലിയിലൊന്നും കുറവുണ്ടാവില്ല. പക്ഷേ ഒരു ഘാതകന് കിട്ടുന്ന ഗിഫ്റ്റ് മുആദ് ഇബ്നു അംറിനാണ് കൊടുക്കുന്നത് എന്ന്. പക്ഷെ അവൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല, അവൻ തീരാൻ പോകുകയായിരുന്നു, ചക്രശ്വാസം വലിച്ച് കിടക്കുകയായിരുന്നു. ബദറിന്റെ പൂർക്കളത്തിലൂടെ നടന്നുപോയ വിശ്വാസികളിലെ കാരണവരായ സ്വഹാബി അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെന്ന് നോക്കുമ്പോൾ അവൻ വലിച്ചു കിടക്കുക. അപ്പൊ കഴുത്തറുത്ത് തീർത്തത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. നമ്മൾ പറഞ്ഞത്, ഈ രണ്ട് പയ്യന്മാരെ കൊണ്ട് ഈ ഉമ്മത്തിലെ ഫിറഔനെ അല്ലാഹ് ശരിയാക്കി.
അവൻ ലാസ്റ്റ് പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ കാണുന്നുണ്ട്, മരിക്കണീന് പ്രശ്നമൊന്നുമില്ലെന്ന്. പക്ഷേ ഒന്നും കൊള്ളാത്ത 2 പിള്ളേരും 10 പൈസക്ക് വകയില്ലാത്ത നിന്നെപ്പോലത്തോലും ഇന്നാണ് എന്നെ കൊന്നത്. അതിലാണ് ഇപ്പം എൻ്റെ പ്രശ്നം. ആ മരിക്കാൻ നേരത്തെ കൂടിയുള്ള അഹങ്കാരം. ബദറിന്റെ പോരാട്ട ചരിത്രം അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതൊരു മതത്തിന് നേരെയുള്ള കടന്നുകയറ്റായിരുന്നില്ല. അത് സത്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സായുധ സമരമായിരുന്നു. അത് ആയുധം കൊണ്ടോ ആൾബലം കൊണ്ടോ ശക്തി കൊണ്ടോ പവർ കൊണ്ടോ ഉണ്ടായ വിജയമല്ല, റബ്ബാനിയായ സഹായം അതുകൊണ്ടുണ്ടായ വിജയം. അതിൻ്റെ യഥാർത്ഥ മെസ്സേജ് നമ്മൾ ഉൾക്കൊള്ള. ശത്രുക്കളുടെ കുപ്രചരണങ്ങളിൽ നമ്മൾ പെട്ടുപോകരുത്. നമ്മൾ വസ്തുതകൾ കൃത്യമായി നമ്മുടെ ഇമാമിയങ്ങളും കിതാബുകളിലും പറഞ്ഞ വിധത്തിൽ നമ്മളത് പഠിച്ച് മനസ്സിലാക്കുക. എന്താണ് ഇപ്പം നമ്മുടെ രാജ്യം? ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന UP-യുടെ മുഖ്യമന്ത്രി പറയാണ്, ഹോളി ആഘോഷം നടക്കുമ്പോൾ മുസ്ലിങ്ങൾ വീട്ടിലിരുന്നാൽ മതി, എല്ലാ വെള്ളിയാഴ്ചയും ജുമ അടക്കുകയല്ലേ, ഈ ഒരു വെള്ളിയാഴ്ച വീട്ടിലിരുന്നോ, വരണ്ട എന്നൊരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി പറയുമ്പോൾ, തിരുവനന്തപുരം മണക്കാട് ജമാഅത്തിൽ നിന്നൊരു വാർത്ത ഇന്ന് രാവിലെ ഞാൻ കണ്ടു. ആറ്റുകാൽ പൊങ്കാല നടക്കുകയാണ് ട്രിവാൻഡ്രത്ത്. അവിടെ മണക്കാട് ജുമാ മസ്ജിദിന്റെ ഗേറ്റ് തുറന്നു കൊടുത്തിരിക്കുകയാണ് അവിടുത്തെ ജമാഅത്ത് കമ്മിറ്റി, വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ. ഇത് സഹോദരിമാരുടെ, ഹൈന്ദവ സഹോദരിമാരുടെ ആഘോഷമാണ് പൊങ്കാല. അവിടെ വരുന്ന ഭക്തയകളായ സ്ത്രീകൾക്ക് മലമൂത്ര വിസർജനത്തിന് ബാത്റൂം തുറന്നെടുത്തു. എന്നാൽ UP-യിൽ അതാണ് കാണുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് മഹാമോശത്തിലേക്കാണ്. ഇവിടെ നമ്മൾ സത്യം ബദറിൽ നിന്ന് പഠിക്കാനുള്ള പാഠം, ഒരു അവിശ്വാസിയെയും ഒരു അമുസ്ലിമിനെയും ഒരു ബഹുദൈവാരാധകനെ ദ്രോഹിക്കാനല്ല പറയുന്നത്. പിന്നെ അവർ നമ്മളെ നശിപ്പിക്കാൻ വരുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മം കൊടുക്കണം, അത് അള്ളാഹ് പറഞ്ഞിട്ടില്ല. അത് ലോകനീതിയുടെ ഭാഗവുമല്ല. അള്ളാഹു സത്യത്തെ സത്യമായി മനസ്സിലാക്കാനും അത് പിന്തുടരാനും നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ.